എഴുത്ത് മാത്രം. എഴുത്തൊരു 15 ദിവസം, 15 days ആണ്. പക്ഷേ കിഷ്കിന്താൻ കാണ്ഡം എഴുതിയിട്ടൊരു അതൊരു വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ വീണ്ടും ഇതിലേക്ക് വരുമ്പോൾ അതിന്റെ മുകളിലൊരു ഐറ്റം വരണം എന്നുള്ളൊരു തോന്നലില്ല, അതൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഇത് കിഷ്കിന്ധയുടെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഇത് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ് ഏതിനേക്കാൾ വലുത് ചെറുതെന്നുള്ളത് എൻ്റെ കയ്യിലല്ലായിരുന്നു. എനിക്ക് രണ്ടും കിഷ്കിന്ധയുടെ പോലും ഷൂട്ടിന് മുന്നേ എഴുതി കഴിഞ്ഞതായതുകൊണ്ട് രണ്ടും ഒരേപോലെ തന്നെയാണ്. ഓൺലി തിങ് ഈ ഡേറ്റ്സും കാര്യങ്ങളും ഒരു പ്രോജക്റ്റ് ഷേപ്പപ്പായി ഓണായി വരാനെടുക്കുന്ന ഒരു സമയം കൊണ്ട് ഒന്നാദ്യവും മറ്റേത് രണ്ടാമത്തത് ആയിപ്പോയി എന്നുള്ളൂ. ഈ ഡോഗ്സ് കുരക്കുന്നത് കണ്ടിട്ടുണ്ട്, ഓടുന്നത് കണ്ടിട്ടുണ്ട്, ഫൈറ്റ് ചെയ്യുന്നത് ഇതിലാണ് ഞാൻ ആദ്യം മലയാളത്തിൽ കാണുന്നത്. അതെങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു? അത് ഇതിൻ്റെ ഡോഗ് ട്രെയിനർ ജിജേഷ് ഭായ്, പുള്ളിക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. നമുക്ക് ആവശ്യമുള്ള ഐഡിയ അവരുടെ അടുത്ത് പറയും, ഇങ്ങനെ വേണം, നമുക്കിങ്ങനെ ഡോഗ് ഓടി വന്ന് ഇങ്ങനെ ചവിട്ടണം, അതിന് മുന്നേ ആദ്യം ഒരു കടിക്കണം, സെക്കൻഡ് ഡോഗ് വന്ന് ഇങ്ങനെ ചവിട്ടണം എന്നൊക്കെയുള്ളത് നമ്മുടെ നെസസിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഡോഗ് ട്രെയിനർ ജിജേഷ് ഭായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഇപ്പോൾ ഡോഗ് ഒരിക്കലും അഭിനയിക്കില്ല. അപ്പോൾ ഡോഗ് ഒറിജിനലായിട്ട് ചെയ്യുന്ന ഡോഗിന് അറിയുള്ളൂ. ഒറിജിനലായിട്ട് ആ ആക്ഷൻ ഡോഗിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് വാങ്ങിക്കാം എന്നുള്ളതിന് ജിജേഷ് ഭായിക്ക് പുള്ളിയുടേതായിട്ടുള്ള കുറേ ഹാക്കുകളും ട്രിക്കുകളും ഉണ്ട്. അപ്പോൾ ഓരോ ഈ പറയുന്ന ഈ സിനിമയിലെ ഓരോ ഡോഗിനെ കൊണ്ട് ചെയ്യിക്കുന്ന ഓരോ ആക്ടിവിറ്റീസും ഈ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രോംപ്റ്റുകളും ഉണ്ട്. ഡോഗിനെ കൊണ്ട് റിയലായിട്ട് പുള്ളി ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അത് എനിക്ക് പുള്ളിയായിട്ട് എന്തായാലും ഇൻട്രാക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പുള്ളിയുടെ ഒരുപാട് ഇൻസൈറ്റ്സ് ഈ സിനിമയുടെ വിശേഷങ്ങൾ ഒരുപാട് പുള്ളിക്ക് പങ്കുവെക്കാനുണ്ടാവും. ടോട്ടൽ എത്ര ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്? അതിൽ CGI ഒന്നുമില്ല, അനിമൽ ഷോട്ട്സ് എല്ലാം റിയലി ചെയ്തിട്ടുള്ളതാണ്. നോ CGI പോയിട്ട്. ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു ഡോഗ്സ് ട്രെയിൻ ചെയ്യിപ്പിച്ചത്? 9 വിത്തൗട്ട് ഹസ്കി 9. ഏത് ഈ ഷൂട്ടിംഗ് ടൈമിൽ ട്രെയിൻ ചെയ്യിപ്പിച്ചതാണോ അതോ മുന്നേ? ഷൂട്ടിന് മുന്നേ തന്നെ ഒരു 1.5 മാസം മുന്നേ തന്നെ ഡോഗ്സിന് ട്രെയിനിങ് തുടങ്ങി. നമുക്ക് ആവശ്യമുള്ള ജനറൽ ട്രെയിനിങ് അല്ല, നമുക്ക് ആക്ച്വലി ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ ഒരു ഡോഗ് ട്രെയിനർ റീസണബിളി ഒരു 3 months എങ്കിലും ഉണ്ടായാൽ നല്ലതാണെന്നുള്ള രീതിയിലാണ് പറയാറ്. പക്ഷെ നമുക്ക് അത്രയും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാം ഒരു 40 ഡേയ്സിലെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു ട്രെയിനിങ് പീരീഡ്. സോ ആവശ്യത്തിനുള്ള സീക്വൻസുകൾ മാത്രം നമ്മുടെ ഡോഗ് ട്രെയിനറായിട്ട് സംസാരിച്ച് ഇങ്ങനെ സീൻ വേണ്ട, ഇങ്ങനെയായിരിക്കും ഷോട്ട്, ഈ ആംഗിളിലായിരിക്കും ഷോട്ട്, അപ്പോൾ ഡോഗ് ഇങ്ങനെ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നിപ്പിക്കണം, ഇങ്ങനെ വേണം വിഷ്വൽ വരാൻ എന്നുള്ള രീതിയിൽ പുള്ളി നല്ലൊരു ഡയറക്ടോറിയൽ വിഷനുള്ള ഒരാളായിരുന്നു. ഇതിൻ്റെ ഡോഗ് ട്രെയിനർ ഒരു ഫിലിം മേക്കർ ഉണ്ട് പുള്ളിയുടെ. അപ്പോൾ പുള്ളി അതനുസരിച്ചുള്ള കസ്റ്റമൈസ്ഡ് നമ്മളിങ്ങനെ ലിസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു, ഇങ്ങനെ ഇന്ന സീനിൽ ഇന്നതായിരിക്കും, ഇന്ന സീനിൽ ഇത്ര ഡോഗ്സ് ആയിരിക്കും എന്നുള്ള രീതിയിൽ ഫുള്ളി പ്ലാൻഡ് ഒരു ചാർട്ട് പുള്ളിക്ക് മുൻകൂറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചാർട്ടിനനുസരിച്ച് പുള്ളിയുടെ സ്പേസിൽ പോയി, ട്രിവാൻഡ്രത്താണ് പുള്ളി, അവിടെ പോയിട്ട് ഡോഗിനെ ഈ കസ്റ്റമൈസ്ഡ് പ്രോംപ്റ്റ് വെച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പുള്ളി ഓരോ വീക്ക്ലി അപ്ഡേറ്റ്സ് നമുക്ക് തരുമായിരുന്നു. ഡോഗ് ഇത് ചെയ്തു കേട്ടോ, ആ സീനിലുള്ള പരിപാടി ഇത് സെറ്റായി എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഒരു ഡെഡിക്കേറ്റഡ് കമ്മിറ്റ്മെൻറ്റ്